ഇന്ന് ഞാൻ കുറെ കാലത്തിന് ശേഷം വീണ്ടും ചെന്നൈയിലോട്ട് വന്നു. ചെന്നൈ ഇറങ്ങിയ ശേഷം നേരെ മെട്രോ എടുത്ത് ഇഗ്നോർ പോയി. AC ഹോൾ എടുത്ത് കുറച്ചിരുന്നപ്പോഴാണ് സമാധാനമായത്. ഇലക്ഷൻ ആയതുകൊണ്ട് എന്റെ മുടിഞ്ഞ തിരക്കായിരുന്നു. കോടമ്പക്കം ഇത് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് മലയാള സിനിമയും ശ്രീനിവാസനെയും മോഹൻലാലിനൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ തന്നെ ഉൾഗ്രാമങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും മെയിൻ ട്രെയിനുകളില്ല, ഒരു ലോക്കൽ ട്രെയിനുകൾ മാത്രം പിടിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഈ യാത്രയിൽ തമിഴ്നാട്ടിലെ തന്നെ രണ്ട് വശങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ് അവരുടെ വീട്. ചെറിയ വീടായിരിക്കും, അതുപോലെ തന്നെ 2-3 നിലം കെട്ടിവെച്ച് 2 നില വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടി ഇവിടെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. സിറ്റികളിലെ തിരക്ക് പിടിച്ച ജീവിതം കാണുന്നതോട് കൂടെ തന്നെ ഗ്രാമങ്ങളിലോട്ട് പോയി ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ നേച്ചർ. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ നേച്ചറായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നത്. കുറെ ഉൾഗ്രാമത്തിലൂടെ യാത്ര ചെയ്ത അവസരം എന്റെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തി. തമിഴ്നാടിന്റെ ഒരു സൈഡ് ഭയങ്കര സിറ്റി റഷായിട്ട് ജീവിക്കുകയാണെങ്കിൽ മറു സൈഡ് ഇതുപോലെ അമ്പലങ്ങളും സമാധാനമായിട്ട് ജീവിക്കുന്ന ആളുകളും ഉണ്ട്. ഡെസ്റ്റിനേഷൻസ് ഒക്കെ കണ്ടിട്ട് വിശന്നപ്പോൾ നേരെ ഹൈദരാബാദ് ബിരിയാണി പോയി മേടിച്ച് വാങ്ങി വരുമ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അതുപോലെ തന്നെ കാണിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് പക്ഷികൾക്കും നായകൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇതുപോലെ പല സ്ഥലങ്ങളും പൈപ്പൊക്കെ സെറ്റ് കൊടുത്തു. അവിടുന്ന് നേരെ അരക്കോണം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു 2 ദിവസം പരിപാടി കഴിഞ്ഞിട്ട് നേരെ നാട്ടിൽ പോന്നു.